അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത്. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 11 ജില്ലകളിൽ റെഡ് അലർട്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രത. കാറ്റിലും മഴയിലും കട ദേഹത്തേക്ക് മറിഞ്ഞു വീണ് പെൺകുട്ടിക്ക് ആലപ്പുഴ ബീച്ചിൽ ദാരുണാന്ത്യം. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. മലയോര തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വിലങ്ങാട്, ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിൽ നിന്ന് 16 കുടുംബത്തെ ക്യാമ്പുകളിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 10 മരണം. നിലമ്പൂരിൽ മീൻ പിടിക്കാൻ പോയയാൾ മരിച്ച നിലയിൽ. മരിച്ചത് വല്ലപ്പുഴ സ്വദേശി റഷീദ്. മൂവാറ്റുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൾക്കായി തെരച്ചിൽ. സൗദി പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ അബ്ദുൾ റഹീമിന് 1 വർഷം കഴിഞ്ഞാൽ മോചനം. 20 വർഷം തടവ് ശിക്ഷ വിധിച്ച് റിയാദ് കോടതി. റഹീം 19 വർഷമായി ജയിലിൽ. വധശിക്ഷ നേരത്തെ റദ്ദാക്കിയിരുന്നു. വിധിയിൽ സന്തോഷമെന്ന് കുടുംബം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM-നെ കുരുക്കി ED കുറ്റപത്രം. 3 മുൻ CPIM സെക്രട്ടറിമാർ പ്രതികൾ. പ്രതി ചേർത്തത് K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരെ. CPIM പ്രതിപട്ടികയിൽ. CPIM കള്ളപ്പണ ഇടപാട് ബാങ്ക് വഴി നടത്തിയെന്ന് കണ്ടെത്തിയതായി ED. കുറ്റപത്രം സമർപ്പിച്ചത് കലൂർ PMLA കോടതിയിൽ. ED നീക്കം പ്രതികാര നടപടിയുടെ ഭാഗമെന്നും CPIM-നെ പോർലേൽപ്പിക്കാമെന്ന് കരുതേണ്ട എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. അടിഞ്ഞത് കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ. കരക്കടിഞ്ഞ കണ്ടെയ്നറിൽ കോട്ടണും. കണ്ടെയ്നറുകൾക്കുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഇല്ല എന്ന് കസ്റ്റംസ്. പരിശോധന തുടരുന്നു. ഇതുവരെ തീരത്തടിഞ്ഞത് 29 കണ്ടെയ്നറുകൾ. NDRF സംഘം കൊല്ലത്ത്. മുന്നണി പ്രവേശനത്തിനായി UDF-നോട് ഇടഞ്ഞ PV അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യം. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതിലും അൻവറിന് അതൃപ്തി. അൻവറുമായി ചർച്ചയ്ക്കൊരുങ്ങി UDF. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുകാന്ത് കീഴടങ്ങിയത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. കീഴടങ്ങൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന്. പ്രതിക്ക് 1-ലധികം സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞതായി കോടതി. യുവതിയും സുകാന്തുമായുള്ള ചാറ്റുകൾ ചോർന്നതെങ്ങനെയെന്ന് പ്രതിയുടെ അഭിഭാഷകൻ. കസ്റ്റഡിയിലുള്ള ചാറ്റുകൾ ചോർന്നതെങ്ങനെയെന്ന് ഹൈക്കോടതിയും. വിശദമായ അന്വേഷണം വേണമെന്നും കോടതി. വയനാട് തിരുനെല്ലിയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തിയത് സ്വകാര്യ എസ്റ്റേറ്റിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന്. കുട്ടിക്കൊപ്പം പ്രതിയെയും കണ്ടെത്തി. പ്രതി കുട്ടിയുടെ അമ്മ പ്രവീണയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ. ആക്രമണത്തിൽ പരിക്കേറ്റ മൂത്ത മകൾ ചികിത്സയിൽ.